Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. ഇന്ന് ഞാനിവിടെ നല്ല സ്പോഞ്ച് കേക്ക്, ഏത് തരം കേക്കിനും ആവശ്യമായിട്ടുള്ള ഒരു ബേസ്, അതായത് നല്ലൊരു വാനില സ്പോഞ്ചാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അത് ഞാൻ ഓവണിലും തയ്യാറാക്കുന്നുണ്ട്, ഓവണില്ലാതെയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഓവണില്ലാത്തവർക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്പോഞ്ച് കേക്ക് നന്നാവുന്നില്ല, പൊങ്ങുന്നില്ല, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സൈഡും താഴ്ഭാഗമൊക്കെ ഭയങ്കര ഹാർഡായി പോകുന്നു, അല്ലെങ്കിൽ ചിലർ പറയുന്നത് അത് കേക്കിൻ്റെ മുകൾ ഭാഗം അങ്ങ് വിണ്ട് കയറിപ്പോകുന്നു, അല്ലെങ്കിൽ മുകൾ ഭാഗം മാത്രം പിന്നെ നല്ല ബ്രൗൺ കളറായി പിന്നെ കേക്ക് വേവാതെ വരുന്നു, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് ടിപ്സുകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ഫ്ലാറ്റ് ടോപ്പായിട്ടുള്ള നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നന്നായിട്ട് അരിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പം ആദ്യം തന്നെ ഇവിടെ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ. അതൊരു കപ്പാണ് എടുക്കുന്നത്. അതായത് 1 കിലോ കേക്കിന് ആവശ്യമായിട്ടുള്ള സ്പോഞ്ചാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിന് 1 കപ്പ് മൈദയാണ് ആവശ്യം. അതിങ്ങനെ ഒരു കപ്പിലേക്ക് ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താണ് ഇത് അളന്നെടുക്കേണ്ടത്. അല്ലാതെ കപ്പിലങ്ങ് കുത്തി നിറച്ച് ടൈറ്റാക്കി എടുക്കരുത്. ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക പൊടി. എന്നിട്ട് അതിന് ശേഷം ഒരു നൈഫോ അല്ലെങ്കിൽ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചൊന്നിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് കേക്കിന് ആവശ്യമായിട്ടുള്ള ഫ്ലോറ് അളന്നെടുക്കേണ്ടത്. ഇതിന് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനായിട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്. അതും ഇപ്പോൾ മൈദ അളന്ന പോലെ തന്നെ ഒന്നിങ്ങനെ എടുത്ത് ഒരു നൈഫ് കൊണ്ടാട്ടോ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്ത് വേണം ബേക്കിംഗ് പൗഡർ അളന്നെടുക്കാനായിട്ട്. അതും നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഈ അരിപ്പയിലിട്ട് നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണം. ഒരു 3 തവണയെങ്കിലും ഇത് അരിക്കണമെങ്കിൽ അത് മാത്രമേ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുകയുള്ളൂ. ഞാൻ 3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്ലോറ് ഈ അരിപ്പയിലേക്ക് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 4 മുട്ട ഒഴിച്ചു കൊടുക്കുക, പൊട്ടിച്ചൊഴിക്കുക. ബാറ്റർ റെഡിയാക്കാൻ എടുക്കുന്ന ബോളിലും അതുപോലെ തന്നെ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബ്ലേഡിനും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ മുട്ടയൊന്നും അങ്ങനെ പതഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലിട്ട് കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി. അതിനുശേഷം ബീറ്റ് ചെയ്യാം. പിന്നെ ഈ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതിനായിട്ട് ഇവിടെ 1 കപ്പ് പൊടിച്ച ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതായത് ഷുഗർ പൗഡറാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കപ്പ് ഷുഗർ എടുത്തൊന്ന് പൊടിച്ചാൽ നമുക്ക് 1 കപ്പ് ഷുഗർ പൗഡർ കിട്ടും. അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒന്നിച്ചെന്നെ അങ്ങ് ആഡ് ചെയ്യലല്ല. ഇപ്പോൾ ഒന്ന് മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരാൻ തുടങ്ങും. ആ സമയത്ത് വേണം നമ്മൾ ഷുഗർ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതായത് ഓരോ ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഷുഗറൊക്കെ മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്ലോയിൽ തുടങ്ങി പിന്നെ മീഡിയം പിന്നെ ഹൈയിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യാം. ഇങ്ങനെ പതഞ്ഞ് വരുന്ന വരെ ഇത് ബീറ്റ് ചെയ്യണം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ, അതായത് റിബൺ കൺസിസ്റ്റൻസി എന്നാണ് ഇതിന് പറയാറ്.
അതാകുന്നത് വരെ എഗ്ഗ് ബീറ്റ് ചെയ്യണം. പിന്നെ പലരും പറയുന്നതാണ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയാൽ മുട്ടയുടെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് അത് കേക്കിന് ഉണ്ടാകുന്നതെന്ന്. അതിങ്ങനെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കേക്കിന് അങ്ങനെ മുട്ടയുടെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനി ഈ സമയത്ത് വേണം നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാൻ. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസ് ഓയിലും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഓയിലും എസൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്ററോട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ അങ്ങ് ബീറ്റ് ചെയ്ത് അങ്ങ് ഇതിൻ്റെ ഫ്ലഫിനെസ് അങ്ങ് പോയി കിട്ടുന്നത് വരെ ഒന്നും ബീറ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ ഓയിലും എസൻസൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതിന് പിന്നെ ബീറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്പാച്ചുല കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ബീറ്റർ തന്നെ ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും നല്ലത് സ്പാച്ചുല ഉപയോഗിക്കലാണ്, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാനിവിടെ സ്പാച്ചുലയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ അരിപ്പയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് കുറച്ചായിട്ട് അരിച്ചിട്ടാണ് ഞാൻ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിനോടൊപ്പം ഒരു 1/4 കപ്പ് മിൽക്ക് കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കായിരിക്കണം, അല്ലെങ്കിൽ ചെറിയൊരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പാടാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുള്ള മിൽക്കായാലും നല്ലതാണ്. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലോറും മിൽക്കും കൂടെ കുറച്ചായിട്ട് ഇടവിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെയാണ്. അതായത് സൈഡിലൂടെ ഇങ്ങനെ എടുത്ത് ബാറ്ററിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ സ്പാച്ചുല ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. അങ്ങനെ വേണം ഇത് യോജിപ്പിക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് സ്പീഡ് കൂട്ടി കാണിക്കുന്നതാണ്. വളരെ സാവധാനം വേണം ഇത് യോജിപ്പിക്കാനായിട്ട്. ഇങ്ങനെ ഫ്ലോറും പിന്നെ മിൽക്കും ഇതിലേക്ക് ഇടവിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഫ്ലോറായിരിക്കണം. അതായത് ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഫ്ലോറായിരിക്കണം. ഇപ്പോൾ ലാസ്റ്റുള്ള മിൽക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഫ്ലോറും കൂടി ഇട്ടിട്ട് വേണം ലാസ്റ്റായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അല്ലാതെ മിൽക്ക് ലാസ്റ്റ് വരുന്ന വിധത്തിൽ ആക്കരുത്. അങ്ങനെ ബാക്കിയുള്ള ഫ്ലോർ കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 മോൾഡിലാണ് ചെയ്യുന്നത്. 6 ഇഞ്ചിൻ്റെ 2 മോൾഡിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒരു 7 ഇഞ്ചിൻ്റെയോ 8 ഇഞ്ചിൻ്റെയോ മോൾഡിൽ ചെയ്യാം. 6 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 2 ടിന്നായിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിതൊരു 1/2 കിലോ കേക്കിനുള്ള സ്പോഞ്ചായിട്ട് കിട്ടും ഒരു മോൾഡിലുള്ളത്. ഞാനിവിടെ ബാറ്റർ 2 കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടി 1 കപ്പ് കൊണ്ട് അളന്നിട്ടാണ് 2ലേക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിങ് മെഷീൻ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈക്വലായിട്ട് 2ലേക്ക് ഒഴിക്കാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒഴിച്ചിട്ടോ നിങ്ങൾക്ക് ബാറ്റർ ഈക്വലാക്കി എടുക്കാൻ പറ്റും. ഞാനൊന്ന് സ്റ്റൗ ടോപ്പിലും ഒന്ന് ഓവണിലുമാണ് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ടിന്നിലും നല്ല ഈക്വലായിട്ട് തന്നെ ബാറ്ററൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിനുള്ളിൽ എയർ ബബിൾസൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയാണ്. അതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അങ്ങ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. പിന്നെ അതിനുള്ളിൽ കട്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ അങ്ങനെ കേക്കൊന്നും ഇല്ലാതെ ഹോൾസൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതൊന്നും ഇല്ലാതെ നല്ല ഫ്ലാറ്റ് ടോപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ വെക്കുന്നതിന് വേണ്ടി ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഉപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനതൊരു പാത്രത്തിൽ എടുത്ത് വെക്കലാണ്. അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിലിട്ട് കൊടുക്കും. പിന്നെ അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് അതിന് മുകളിലാണ് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടപ്പിന് വേണ്ടിയിട്ട് മൂടിയിൽ ഞാൻ ഒരു കോട്ടൻ്റെ ഒരു തുണി
കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് ആവിയൊന്നും ഉറ്റി വെള്ളമൊന്നും ഉറ്റാൻ സാധ്യതയില്ല. അതൊക്കെ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊന്ന് ഒരു കോട്ടൻ്റെ തുണി കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലൊരു ടിപ്പാണ്. നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിലേക്ക് അതിൻ്റെ ആവിയൊക്കെ ഉറ്റി വെള്ളമൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ പാത്രം ടിന്ന് വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ബേക്കിംഗ് ടിന്ന് അതിലേക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഓവണിൽ വെക്കുന്നതും ഓവണിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 165 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് മാറ്റം വരാം. അതൊക്കെ 1-2 തവണ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ ഓവനൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുള്ളൂ. ഞാനിവിടെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവനിലാണ് ബേക്ക് ചെയ്യാറ്. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ച കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ ഓവനിലതും നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഈ മുകളിൽ ബ്രൗൺ കളർ കാണുന്നത് ഓവനിൽ വെച്ചതും ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചതുമാണ്. ഇപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലാറ്റ് ടോപ്പ് തന്നെയാണ്. നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മുകൾ ഭാഗമൊക്കെ അങ്ങ് വിണ്ട് കയറുന്നതൊക്കെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഫ്ലാറ്റ് ടോപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 2 കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കുന്നതും ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.